അമ്മയാ എന്തോ ചോദിച്ചു നോക്കാം നമുക്ക് ജഡ്ജസിനോട്. ഹരിച്ചേട്ടാ അമ്മയാ എന്താ സർ? എങ്ങനെ പാടിയെന്ന് തോന്നി? മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അല്ല അമ്മയാണ് ഇവിടെ ജഡ്ജായിട്ടിരിക്കുന്നെങ്കിൽ അമ്മയെ എങ്ങനെ ഉണ്ടെന്ന് സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്തേ. ശ്രുതി പോയായിരുന്നു ചില സ്ഥലത്ത്. പിന്നെ കുഴപ്പമില്ല, ബാക്കിയൊക്കെ സെറ്റ് ആയിരുന്നു അല്ലേ? അങ്ങനല്ല. അമ്മയ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കേട്ടോ ഹരിച്ചേട്ടാ, വയ്യാണ്ടായിട്ട്. വയ്യായിരുന്നു? വയ്യായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ മോളെ ഒരു നല്ല പാട്ടാണ്, ഒരു ഇമ്പാക്ട് തന്നോന്ന് ചോദിച്ചാൽ ഓക്കെ. കാരണം അമ്മയ നല്ലൊരു സിംഗറാണ്. അപ്പൊ ഇനിയിപ്പോ അമ്മയ ഒരു ഉഗ്രൻ പെർഫോമൻസ് ഒക്കെ തരേണ്ട ഒരു സമയമായി. മനസ്സിലായോ? ഇന്നത്തെ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു, മോശം എന്നല്ല പറയുന്നത്, ഇറ്റ് ഡീസന്റ് പെർഫോമൻസ് കേട്ടോ. ചില പ്ലാൻസ് ഒന്നും എനിക്ക് മനസ്സിലായില്ല, എന്താ സംഗതി എന്തായിരുന്നു എന്നുള്ളത്. അതൊന്ന് പാടിക്കേ. കുഞ്ഞു കണ്ണാടിയിൽ ശ്രുതി. കുഞ്ഞു കണ്ണാടിയിൽ. ഇതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു നേരത്തെ പാടി. നമ്മളൊരു സംഗതി പാടുമ്പം ക്ലിയർ ആയിരിക്കണം. ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ പാടുന്നതിലൊക്കെ ഫൈൻ, ബട്ട് എന്താന്ന് മനസ്സിലാവണം നമുക്ക് കേട്ടോ. ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയത് അതൊന്ന് പാടിക്കേ. പാടി പാടി ഒരു കിളിയൻ കരളിൻ കൂട്ടിൽ, ഒരു കിളിയൻ കരളിൻ കൂട്ടിൽ, കൂട്ടിൽ കൂട്ടിൽ കൂട്ടിൽ. അത്രയും കാണിച്ചില്ലെങ്കിലും കൂട്ടിൽ കറക്റ്റ് ഫോളോ ചെയ്യണം അവിടെ. കൂട്ടിൽ ബാക്കി പാടിക്കോ. ഒരു പാട്ടിൻ നീണം ഞാൻ മയങ്ങി വീണു. എന്നാണോ? അങ്ങനെയാണോ? അപ്പൊ അതൊന്നും മോളെ നമുക്ക് ഫീൽ ചെയ്യും തെറ്റിക്കുകയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോഴേ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പാടണം. ഞാൻ മയങ്ങി പാടിക്കേ. ഞാൻ മയങ്ങി വീണു പോയ സ്വരപഞ്ചമം, സ്വരപഞ്ചമം. കറക്റ്റ്. നെക്സ്റ്റ് അതൊക്കെയാണ്. ഇതിന്റെ നെക്സ്റ്റ് ആ ഒരു വേർഷൻ അല്ലേ? ചില്ലുവാതിലിൽ ഒരു കാറ്റിൻ കൈ തൊട്ടുവോ ആരോ. ഇപ്പൊ പിന്നെയും രസമായിട്ട് പാടി. ഒന്നുകൂടി പതുക്കെ ഒന്ന് പാടാവോ? ചില്ലുവാതിലിൽ ഒരു കാറ്റിൻ കൈ തൊട്ടുവോ ആരോ. അങ്ങനെയാണോ? ഒരു കാറ്റിൻ കൈ തൊട്ടുവോ. ഓക്കെ, ക്ലാരിറ്റി. അത് ഒക്കെ ഒരു നേരത്തെ പാടുമ്പം ഇത് മിസ്റ്റേക്ക് ആണോ റൈറ്റ് ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതൊന്നുകൂടി മോളെ ഒന്ന് പതുക്കെ പാടാവോ? ഇത് സ്പീഡ് ഇല്ലാതെ അത് പാടിക്കേ. ചില്ലുവാതിലിൽ ഒരു കാറ്റിൻ കൈ തൊട്ടുവോ. ആ നോട്ട്സ് ഒന്നും ക്ലിയർ. മനസ്സിലായല്ലോ? കറക്റ്റ് നോട്ട്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബ്യൂട്ടി മനസ്സിലാവില്ല, എന്താണ് ജോൺസൺ മാഷ് ഉദ്ദേശിച്ചതെന്ന് കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല, ജഡ്ജ് ചെയ്യാനിരിക്കും ഞങ്ങൾക്കും മനസ്സിലാവില്ല. ഇതില്ലേ നമ്മളൊരു സോങ്ങിൽ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. ഒരു സോങ്ങിൽ കറക്റ്റ് ടെമ്പോയിൽ ഇങ്ങനെ പോകണമെന്നില്ല, അതിൻ്റെ അകത്ത് നിന്നാൽ മതി. മനസ്സിലായല്ലോ? നമ്മൾ ടെമ്പോയിൽ പോകണമെന്ന് പറയുന്നത് കറക്റ്റ് ഇങ്ങനെ അച്ചടി പോലെ പോകണമെന്നല്ല. ചിത്രമായി അല്ലെങ്കിൽ ദാസാറൊക്കെ പാടുന്നപ്പം അവരൊരു ടെമ്പോയിൻ്റെ അകത്ത് നിന്നിങ്ങനെ റൗണ്ട് ചെയ്യും. നമുക്ക് ഫീൽ ചെയ്യില്ല ഇതൊരു ടെമ്പോ വിട്ടു പോവുകയാണോ, അതോ അതിൻ്റെ അകത്ത് എക്സ്പ്രഷൻ വരും, വേർഡ്സ് ഒക്കെ അതിൻ്റെ അകത്ത് ഒതുങ്ങും. അല്ല താളത്തിന് അങ്ങനെ വിചാരിച്ചല്ല പാടുന്നത്. മനസ്സിലായോ? ആ ഒരു ഫ്ലോ ആണ് മിസ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ. ആ സോളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. അതായത് പാട്ടിനുള്ളൊരു ഭംഗി, ഒരു ഫീൽ, അതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ്, അതനുസരിച്ചുള്ള ഫീൽ, ഇതൊക്കെയാണ് ഇനി നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അമ്മയാ പാടി, പക്ഷേ ഇനി നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കും ഇനിയുള്ള റൗണ്ട്സിൽ. നിങ്ങൾ എങ്ങനെ എക്സ്പ്രസീവായിട്ട് പാടുന്നു. ഒരു പാട്ട് കിട്ടിയാൽ അത് എത്ര നിങ്ങൾ ഭംഗി. ഇതിപ്പോൾ നിങ്ങൾക്കാണ് ഈ ഫ്രഷ് ആയിട്ട് ജോൺസൺ മാഷ് ഈ പാട്ട് തരുന്നെങ്കിൽ എങ്ങനെ മോൾ ഇത് അപ്രോച്ച് ചെയ്യും? മനസ്സിലായോ? ഇതിപ്പോൾ ഓൾറെഡി അവർ ഇത്രയും ഭംഗിയായിട്ട് പാടി വെച്ചേക്കല്ലേ. അപ്പം അത് കേട്ട് മനസ്സിലാക്കി പാടേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ ഇനി മാറ്റർ ചെയ്യും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. അമ്മയാ എന്താ സാർ? പാടി പോണം. താങ്ക് യു.
കുറച്ചും കൂടെ എക്സ്പ്രഷൻസ് ആവാമായിരുന്നു നമ്മളെ. ഇതിപ്പോൾ ഒരു പാട്ടിൻ്റെ എക്സിക്യൂഷനാണ് കണ്ടത്. കുറച്ചുകൂടെ ഫീല്, കുറച്ചുകൂടെ സോള്, ഇതൊക്കെ കൊടുക്കായിരുന്നു. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പോയി. മെയിൻ സംഭവം ഇതായിരുന്നു, ആ ചരണത്തിലൊക്കെ ഈ ക്ലാരിറ്റി മനസ്സിലായില്ല. എന്താണ് ആ പ്ലാൻസിൻ്റെ ഇതൊന്നും ഓടിയില്ല. എന്താണ് പാടുന്നത്, ഇത് തന്നെയാണോ, അങ്ങനെ ഒരു ക്ലൗഡി ഫീലായിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. അമ്മ ഇതും കൂടി പറയട്ടെ, അമ്മ നല്ല സിംഗറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഒരു പ്രാവശ്യം നമ്മളെ അത്ഭുതപ്പെടുത്തിയ സിംഗറാണ് അമ്മയ. അപ്പൊ ഹെൽത്ത് ഒക്കെ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ, എന്നിട്ട് തിരിച്ചു വാ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോളെ, ജോൺ സേട്ടൻ്റെ ഒരു ഡിഫറെൻറ്റ് കോമ്പസിഷനാണ് ഈ ഒരു പാട്ട്. ഇപ്പം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നതൊക്കെ നമ്മുടെ ചക്കരച്ചക്കൻ പാടിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ഡൗട്ട്, ഒരു ക്ലാരിറ്റി, കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം. ഈ ഒരു തൊണ്ടയിൽ വെച്ച് ക്ലാരിറ്റിയെ പറ്റി പറയുന്നത് വലിയ മണ്ടത്തരമാണ്. എങ്കിലും മോളെ അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഇനി മാർക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ. ഓക്കെ, മാർക്കിന് മുമ്പ് എനിക്ക് ചരണത്തിലെ ഫസ്റ്റ് വരി ഒന്ന് പാടിത്തരാമോ? നാളെ ഒരു വേളി നിലാപന്തലിലെ ഇപ്പൊ ഓക്കെ ആയിട്ട് പാടി, പക്ഷെ ടേക്കിന്റെ സമയത്ത് വേറെന്തോ ആണ് മോള് വേളി നില പന്തലിലെ നല്ല പാടിയത് അല്ലേ? എന്താ പാടിയത്? എന്തോ വേറൊന്നോ പാടിയത്, പന്തലിലോ എന്നെന്തോ പാടി, പന്തലിൽ എന്തോ സംതിങ്. അപ്പോ 8 മാർക്സ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. സെയിം 8. ശരത് സർ. ഓക്കെ, സോ ടോട്ടൽ 16 marks. All the best. Okay.